അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ് അൽ ഫിഖ്ഹുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 12ാമത്തെ പാഠം, നമ്മുടെ പുസ്തകത്തിലെ 1ാം ഭാഗത്തിലെ അവസാനത്തെ പാഠം നമുക്ക് വായിക്കാം ഇൻഷാ അല്ലാഹ്. യസ്സിറു വലാ തുഅസ്സിറു. യസ്സിറു നിങ്ങൾ എളുപ്പം ചെയ്യുക, വലാ തുഅസ്സിറു നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. വലാ തുഅസ്സിറു പറഞ്ഞാൽ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. അപ്പോൾ ദീന് ഇസ്ലാം കൽപ്പിക്കുന്ന എന്താ? നിങ്ങൾ എളുപ്പം ചെയ്തു കൊടുക്കുക, ആരെയും എന്ത് ചെയ്ത് പ്രയാസപ്പെടുത്തരുത്. ഇസ്ലാമും അത് തന്നെയാണ് നമുക്ക് മുൻപോട്ട് വെച്ച് തരുന്നത്. അത് ഒരു വിഷയത്തെക്കുറിച്ചാണ്, നിസ്കാരത്തെക്കുറിച്ച്, യാത്ര ചെയ്യുമ്പോഴുള്ള നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏകദേശം 132 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ്റെ നിസ്കാരത്തിലുള്ള ഇളവുകളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് 4 റക്അത്തുള്ള നിസ്കാരത്തെ അവർക്ക് 2 റക്അത്തായി നിസ്കരിക്കുക. അതുപോലെ തന്നെ ചില നിസ്കാരങ്ങളെ ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ നിയ്യത്തുകളും കാര്യങ്ങളും അതിൻ്റെ ഷർത്തും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ സുന്നത്ത് നിസ്കാരം, യാത്രയിൽ സുന്നത്ത് നിസ്കാരം എങ്ങനെ നിസ്കരിക്കേണ്ടത്, എങ്ങനെ കിബിലക്ക് മുന്നിടേണ്ടത്, ഇതൊക്കെ കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ യാത്രക്കാർ ആദ്യമായിട്ട് ഈ ഇതിൽ പറയുന്നത് ജംഅ് ഖസ്ർ എന്നുള്ള 2 കാര്യത്തെക്കുറിച്ചാണ്. ആ ജംഅ് എന്താണ്, ഖസ്ർ എന്താണെന്നുള്ള നമുക്ക് തുടക്കത്തിലാണ് മനസ്സിലാക്കി വെക്കുക. 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി നിസ്കരിക്കുന്നതിന് ഖസ്ർ എന്ന് പറയുന്നു. 4 റക്അത്തുള്ള നിസ്കാരം, ഉദാഹരണം ളുഹർ എടുക്കാം, അസർ എടുക്കാം, ഇശാ എടുക്കാം. ഈ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി നിസ്കരിക്കുക, അതിനാണ് എന്ത് പറയുക? ഖസ്ർ എന്ന് പറയുന്നത്. എന്താ പറയുക? ഖസ്ർ എന്ന് പറയുന്നത് ഖസ്റാക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത്, എന്നാൽ ചുരുക്കി നിസ്കരിക്കുക. അപ്പോൾ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി നിസ്കരിക്കുന്നതിന് ഖസ്ർ എന്ന് പറയും. അപ്പോൾ 4 റക്അത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മഗ്രിബ് പുറത്തുപോയി. അപ്പോൾ മഗ്രിബിനെ ചുരുക്കി നിസ്കരിക്കാൻ പറ്റില്ല, മഗ്രിബിനെ 3 റക്അത്ത് തന്നെ നിസ്കരിക്കണം. സുബഹ് ഏതായാലും 2 റക്അത്തുള്ളൂ, ആ 2 റക്അത്ത് തന്നെ നമ്മൾ നിസ്കരിച്ചോളണം. അപ്പോൾ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി നിസ്കരിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജംആക്കി നിസ്കരിക്കുക. അപ്പോൾ ഖസ്ർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ജംആക്കി നിസ്കരിക്കുക. എന്താ ജംആക്കി നിസ്കരിക്കുക പറഞ്ഞാൽ? ഒരുമിച്ച് നിസ്കരിക്കുന്നതിന് ജംആക്കി നിസ്കരിക്കുക എന്ന് പറയുന്നു. ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് എന്ന് പറഞ്ഞാൽ ളുഹറിനെയും അസറിനെയും ഒരുമിച്ച് നിസ്കരിക്കുക, മഗ്രിബിനെയും ഇശാഇനെയും ഒരുമിച്ച് നിസ്കരിക്കുക. ഇങ്ങനെ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ജംആക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത്. ളുഹറിനെയും അസറിനെയും കൂടെ നിസ്കരിക്കുക, അതല്ലെങ്കിൽ മഗ്രിബിനെയും ഇശാഇനെയും. സുബഹ് ഇവിടെ വരില്ല. ളുഹർ അസർ ആ 2 നിസ്കാരത്തെ ഒരുമിച്ച് നിസ്കരിക്കുക, മഗ്രിബ് ഇശാ. അല്ല എന്ത് പറ്റില്ല? മഗ്രിബ് അസർ പറ്റൂല, മഗ്രിബ് അസർ പറ്റൂല. മഗ്രിബും ഇശാവും തന്നെ ജമാക്കാൻ പറ്റുള്ളൂ. ളുഹറും അസറും അത് മുന്തിച്ചും പിന്തിച്ചും ജമാക്കാം. അതെങ്ങനെ നമുക്ക് പറയാം? അപ്പോൾ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമാക്കുക എന്ന് പറയാം. അങ്ങനെ 2 നിസ്കാരത്തെ ഒപ്പം നിസ്കരിക്കുക, അതിനാണ് ജമാക്കുക എന്ന് പറയാം. ഇനി ജംആക്കുന്നത് 2 രൂപത്തിലുണ്ട്. അതായത് മുന്തിച്ചും ജംആക്കും, പിന്തിച്ചും ജംആക്കും. അതെങ്ങനെയെന്ന് പറയാം? ളുഹർ അസർ ഈ 2 നിസ്കാരം ഉണ്ടല്ലോ, ളുഹർ അസർ. ളുഹറിൻ്റെ സമയത്ത് ളുഹറും അസറും നമ്മൾ നിസ്കരിക്കണം. ളുഹറിൻ്റെ സമയത്താണ് ളുഹറും അസറും നിസ്കരിക്കുന്നതെങ്കിൽ മുന്തിച്ച് ജംആക്കുക എന്നാണ് പറയാം. എന്നാൽ അസറിൻ്റെ സമയം ആയിട്ടില്ലല്ലോ, അസറിനെ നമ്മൾ മുന്നേ നിസ്കരിക്കുകയാണ്. ളുഹറിൻ്റെ സമയത്ത് അസറിനെ നിസ്കരിക്കുക, അപ്പോൾ അസറിനെ മുന്നേ നിസ്കരിക്കല്ലേ, അപ്പോൾ അതിനെന്തെന്ന് പേര് പറയും? മുന്തിച്ച് ജംആക്കുക എന്ന്. അസറിനെ ളുഹറിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നതിന് മുന്തിച്ച് ജംആക്കുക എന്ന് പറയും. അങ്ങനെ ളുഹറിൻ്റെ സമയത്ത് ഏത് കൂടെ നിസ്കരിക്കുകയാണ്? അസർ കൂടെ നിസ്കരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? മുന്തിച്ച് ജംആക്കുക എന്നാണ് പറയാം. ഇനി നമ്മൾ ളുഹർ അസർ നിസ്കരിക്കുകയാണ്. എപ്പോഴാണ് നിസ്കരിക്കുന്നത്? അസറിൻ്റെ സമയത്താണ് നിസ്കരിക്കുന്നത്. ളുഹറിൻ്റെ സമയം കഴിഞ്ഞ് അസറിൻ്റെ സമയത്താണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഇത് യാത്രയിലാണ്. നമ്മൾ പറഞ്ഞു 132 കിലോമീറ്റർ ദീർഘമുള്ള ഹലാലായ യാത്രയിലാണ് ഈ നിസ്കാരം ഇങ്ങനെ ചുരുക്കലൊക്കെ പറ്റുക, അതുപോലെ ഒരുമിച്ച് കൂട്ടി നിസ്കരിക്കാനൊക്കെ പറ്റുക. അപ്പോൾ അസറിൻ്റെ സമയത്താണ് ളുഹറും അസറും നമ്മൾ നിസ്കരിക്കുന്നത് എങ്കിൽ അവിടെ എന്ത് പറയും? പിന്തിച്ച് ജമാക്കാറ്. കാരണം ളുഹറിനെ നമ്മൾ നിസ്കരിച്ചില്ല, ളുഹറിനെ പിന്നെയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പം ളുഹറിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നില്ല, പിന്നീടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് അതിനെന്തെന്ന് പറയും? പിന്തിച്ച് ജംആക്കുക എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ളുഹറിൻ്റെ സമയത്ത് ളുഹറും അസറും നിസ്കരിക്കുന്നതിന് മുന്തിച്ച് ജംആക്കുക എന്ന് പറയും. അസറിൻ്റെ സമയത്ത് ളുഹറും അസറും നിസ്കരിക്കുന്നതിന് പിന്തിച്ച് ജംആക്കുക എന്ന് പറയും. ഇതിന് ഇതേ ഉദാഹരണം നമുക്ക് എവിടെ കൊണ്ടുവരാം? മഗ്രിബ് ഇശാ കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ വെക്കും? ഇവിടെ മഗ്രിബിൻ്റെ സമയത്ത് ഇശാ നിസ്കരിക്കുകയാണെങ്കിൽ, മഗ്രിബിൻ്റെ സമയത്ത്
ഇശാ നിസ്കാരം. അപ്പോൾ മഗ്രിബിനെ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, മഗ്രിബിനെ മുന്നിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനെക്കുറിച്ച് മുന്തിച്ച് ജംആക്കുക എന്ന് പറയും. ഇനി മഗ്രിബിനെ നമ്മൾ ഇശാഇൻ്റെ സമയത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. ഇശാ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് മഗ്രിബ് നിസ്കരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയും? മഗ്രിബ് നമ്മൾ പിന്നെയുള്ള നിസ്കരിക്കുന്നത് പിന്തിച്ച് ജംആക്കുക എന്ന് പറയും. എന്താ പറയുക? പിന്തിച്ച് ജംആക്കുക എന്ന്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള സംഗതിയുള്ളൂ. ളുഹറിൻ്റെ സമയത്ത് അസറിനെ നിസ്കരിക്കുകയാണെങ്കിൽ അസറിനെ മുന്നേ നിസ്കരിക്കുകയാണ്, അതിന് മുന്തിച്ച് ജംആക്കുക എന്ന് പറയും. അസറിനെ മുന്തിച്ച് ജംആക്കുന്നു. ഇനി അസറിൻ്റെ സമയത്ത് ളുഹറിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്, അസറിൻ്റെ സമയത്താണ് നമ്മൾ ളുഹർ നിസ്കരിക്കുന്നതെങ്കിൽ ളുഹറിന് നമ്മൾ പിന്നെയുള്ള നിസ്കരിക്കുന്നത്, ളുഹറിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയും? പിന്തിച്ച് ജംആക്കുക എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ജംആക്കുന്ന രണ്ട് രൂപത്തിലുണ്ടാകുക, ഒന്ന് മുന്തിച്ചും മറ്റൊന്ന് പിന്തിച്ചും. ജംആക്കുന്ന നിസ്കാരങ്ങൾ ളുഹറും അസറും അത് മുന്തിച്ചും ജംആക്കാം പിന്തിച്ചും ജംആക്കാം. അതുപോലെ മഗ്രിബും ഇശാവും അതിനെ മുന്തിച്ചിട്ടും ആക്കാം. മഗ്രിബിൻ്റെ സമയത്ത് ഇശാവും നിസ്കരിക്കാം, ഇശായിൻ്റെ സമയത്ത് മഗ്രിബ് അങ്ങോട്ടാക്കിയിട്ട് അതായത് പിന്തിച്ചിട്ട് ആ രണ്ട് രൂപത്തിലും നിസ്കരിക്കാം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ നിയ്യത്തും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഇനി പാഠത്തിൽ പറയുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഇനി പാഠം വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. മസ്ജിദിൻ്റെ അടുത്ത് ബസ് നിർത്തുക. ളുഹറിൻ്റെ സമയമായി സിയാറത്ത് ടൂറിൽ അമീർ പറഞ്ഞു. അമീർ പറഞ്ഞാൽ സിയാറത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ പറഞ്ഞു, എല്ലാവരും വുളു എടുത്ത് പള്ളിയിൽ കയറി. മസ്ജിദിൻ്റെ അടുത്ത് പള്ളീൻ്റെ അടുത്ത് ബസ് നിർത്തി. ളുഹറിൻ്റെ സമയമായിട്ടുണ്ട്. എപ്പോഴാണിത് ഈ നടക്കുന്നത്? സിയാറത്ത് ടൂറിൽ അവർ യാത്രയിലാണ്. ആ സമയത്താണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും വുളു എടുത്ത് പള്ളിയിൽ കയറി. എന്നിട്ട് അമീർ പറയാണ്, ളുഹറും അസറും നാം ഒരുമിച്ച് നിസ്കരിക്കുകയാണ്. അങ്ങനെ ളുഹറും അസറും നാം ഒരുമിച്ച് നിസ്കരിക്കുകയാണ്. നമ്മൾ ളുഹറിൻ്റെ സമയമായിട്ടായിട്ടുള്ളത്, ളുഹറിൻ്റെ സമയമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്താണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ളുഹറും അസറും നാം ഒരുമിച്ച് നിസ്കരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇതിനെ മുന്തിച്ച് ജംആക്കുക എന്നാണ് പറയുക. ഇതിന് ജംആക്കി നിസ്കരിക്കുക എന്നാണ് പറയുക. കണ്ടോ? ളുഹറും അസറും നാം ഒരുമിച്ച് നിസ്കരിക്കുക. അപ്പോൾ ഒരുമിച്ച് നിസ്കരിക്കുന്നതിന് ഏത് നാല് നിസ്കാരത്തെയാണ് ഒരുമിച്ച് നിസ്കരിക്കുക? ളുഹർ, അസർ, മഗ്രിബ്, ഇശാ. അപ്പോൾ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് നിസ്കാരത്തെ ഒരുമിച്ച് രണ്ട് നിസ്കാരത്തെ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് എന്ത് പറയുക? ജംഅ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് നിസ്കാരം ഏതാ? ളുഹർ, അസർ എന്നുള്ളതാണ്. ഇതിന് ജംആക്കി നിസ്കരിക്കുക എന്നാണ് പറയുക. ളുഹറിനെയും അസറിനെയും 2 റക്അത്ത് വീതമായി ചുരുക്കിയാണ് നാം നിസ്കരിക്കുന്നത്. ഇതിനെ ഖസ്ർ എന്ന് പറയുന്നു. കണ്ടോ? ളുഹറിനെയും അസറിനെയും 2 റക്അത്ത് വീതമായി ചുരുക്കിയാണ് നാം നിസ്കരിക്കുന്നത്. ഇതിന് ഖസ്ർ എന്ന് പറയുന്നു. ളുഹർ, അസർ 4 റക്അത്തുള്ള നിസ്കാരമല്ലേ? അപ്പോൾ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് എന്ത് എന്ന് പറയുന്നത്? ഖസ്ർ എന്ന് പറയുന്നത്. ഇനി നിയ്യത്താണ്. ളുഹർ എന്ന ഫർള് 2 റക്അത്തായി ഖസ്റാക്കി ഖിബലക്ക് മുന്നിട്ട് അല്ലാഹു തആലാക്ക് ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഇത് ഇമാമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമോട് കൂടെ എന്ന് പറഞ്ഞാൽ മതി. ഇനി ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്, അയാൾക്ക് 132 കിലോമീറ്റർ യാത്ര അയാൾ പോകുന്നുണ്ട്, എന്നാൽ അയാൾക്ക് ഏത് രൂപത്തിൽ നിസ്കരിക്കുക? ജംആക്കിയിട്ടും ഖസ്റാക്കിയിട്ടൊക്കെ നിസ്കരിക്കുക. അപ്പോൾ അയാൾ നിയ്യത്ത് എങ്ങനെ ചെയ്താൽ മതി? ളുഹർ എന്ന ഫർള് 2 റക്അത്തായി ഖസ്റാക്കി ഖിബലക്ക് മുന്നിട്ട് അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് ചെയ്താൽ മതി, നിയ്യത്ത് ചെയ്താൽ മതി. ഇമാമോട് കൂടെ എന്ന് വെക്കണ്ട. ഇവിടെ ഇപ്പോൾ അമീറുണ്ടല്ലോ, സിയാറത്ത് ടൂറല്ലേ, അപ്പോൾ അതിൽ അമീറുണ്ട്, ആ അമീറാണ് ഇമാമ് നിൽക്കുന്നത്, അതാണ് നിയ്യത്ത് ഇങ്ങനെ വെച്ചത്. ളുഹർ എന്ന ഫർള് 2 റക്അത്തായി ഖസ്റാക്കി ഖിബലക്ക് മുന്നിട്ട് അല്ലാഹു തആലയ്ക്ക് ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ളുഹർ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് അസറിനെ മുന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കരുതുക അമീർ നിർദ്ദേശിച്ചു. ഇപ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ? അപ്പോൾ ളുഹർ ഇപ്പോൾ നമ്മൾ നിസ്കരിക്കണം. ളുഹറിൻ്റെ കൂടെ നമുക്ക് ഏത് കൂടെ നിസ്കരിക്കണം? അസർ കൂടെ നിസ്കരിക്കണം. കാരണം മുന്തിച്ച് ജംആക്കണം. ളുഹറിൻ്റെ സമയത്ത് നമ്മൾ അസറും കൂടെ നിസ്കരിക്കുക. അപ്പോൾ ളുഹറിനെ നമ്മൾ മുന്നേക്ക് കൊണ്ടുവരിക. അപ്പോൾ മുന്തിച്ച് ജംആക്കുക. അങ്ങനെ ജംആക്കുമ്പോൾ നമ്മൾ ഈ അസറിൻ്റെ നിയ്യത്ത് ചെയ്യണം. അത് എപ്പോഴാണ് ചെയ്യാറിയോ? അതായത് നമ്മൾ ളുഹർ നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയത് മുതൽ സലാം വീട്ടുന്നതിൻ്റെ ഉള്ളിലായിട്ട് ഈ നിസ്കാരത്തിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കരുതണം. എന്താ കരുതേണ്ടത്? പിന്നെ ളുഹർ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പായിട്ട് അസറിനെ മുന്തിച്ച് ജംആക്കുന്നു എന്നത് ഞാൻ മനസ്സിൽ കരുതുക. അസറിനെ ഞാൻ മുന്തിച്ച് ളുഹറിനോട് കൂടെ മുന്തിച്ച് ജംആക്കുകയാണ് എന്ന് കരുതുക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അതായത് ളുഹർ നിസ്കരിക്കുകയാണ്, ളുഹർ നിസ്കരിക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ അസർ നിസ്കരിക്കുന്നത്. ആ സമയത്ത് ളുഹർ നിസ്കാരം തുടങ്ങി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സലാം വീട്ടുന്നതിന് മുമ്പായിട്ട്
2 റക്അത്ത് നിസ്കരിക്കുള്ളൂ. കസറും കൂടെ ആക്കിയിട്ടുള്ള ചുരുക്കിയും കൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പോൾ ആ 2 റക്അത്ത് നമ്മൾ നിസ്കരിക്കുള്ളൂ. അപ്പോൾ ഈ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ മനസ്സിൽ കരുതുക, എന്ത്, അസറിനെ ഞാൻ ലുഹറിലേക്ക് മുന്തിച്ച് ജംആക്കുന്നു, അസറിനെ ഞാൻ മുന്തിച്ച് ജംആക്കുന്നു എന്ന് ഇവനെന്ത് ചെയ്തോളണം, മനസ്സിൽ കരുതിക്കോളണം. അങ്ങനെ കരുതിയിട്ടില്ലേ എന്നാൽ അസറിൻ്റെ സമയമായിട്ട് അവൻക്ക് അസർ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജംആക്കണെങ്കിൽ മുന്തിച്ച് ജംആക്കുകയാണെങ്കിൽ ഇവൻ നിയ്യത്ത് എപ്പോൾ ചെയ്യണം, ലുഹർ നിസ്കാരത്തിൻ്റെ ഇടയിലായിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഏതുവരെ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ഇവൻ എന്ത് ചെയ്തോളണം, ആ നിയ്യത്ത് ചെയ്തോളണം. ലുഹർ അസറിനെ ഞാൻ മുന്തിച്ച് ജംആക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തോളണം. അതാണ് അമീർ നിർദ്ദേശിച്ചത്. അത് മുന്തിച്ച് ജംആക്കുമ്പോൾ എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, ലുഹർ നിസ്കാരത്തിൻ്റെ ഇടയിലായിട്ട് അസറിനെ ഞാൻ മുന്തിച്ച് ജംആക്കുന്നു എന്നെന്ത് ചെയ്തോളണം, നിയ്യത്ത് ചെയ്തോളണം. ഇനി ഉസ്താദ് ബാങ്കും ഇഖാമത്തും വിളിച്ചു. അമീറിൻ്റെ നേതൃത്വത്തിൽ ലുഹർ 2 റക്അത്ത് നിസ്കരിച്ച ഉടനെ ഇഖാമത്ത് വിളിച്ചു, അസർ 2 റക്അത്ത് നിസ്കരിച്ചു. എന്താ അവിടെ പറഞ്ഞത്, അമീറിൻ്റെ നേതൃത്വത്തിൽ ലുഹർ ബാങ്കും ഇഖാമത്തും അവിടെ വിളിച്ചു, ബാങ്കും കൊടുത്തു ഇഖാമത്തും കൊടുത്തു. എന്നിട്ട് ലുഹർ നിസ്കരിച്ചു. എത്ര റക്അത്താണ് ലുഹർ നിസ്കരിക്കണേ, ചുരുക്കിയിട്ട് കസറാക്കിയിട്ടാണല്ലോ നിസ്കരിക്കണേ. അപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച്. ഈ 2 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റേ നിയ്യത്ത് വെച്ചിട്ടുണ്ട്, അസറിനെ ഞാൻ മുന്തിച്ച് ജംആക്കുകയാണെന്നുള്ള നിയ്യത്താണ് നമ്മൾ വെച്ചു നിസ്കാരത്തിൻ്റെ ഇടയിൽ. അത് ഓരോരുത്തരും മനസ്സിൽ കരുതേണ്ട സംഗതിയാണ്. അപ്പോൾ ളുഹർ 2 റക്അത്ത് നിസ്കരിച്ച ഉടനെ ഇഖാമത്ത് വിളിച്ചു. അപ്പോൾ ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ 2 റക്അത്ത് ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഏത് നിസ്കരിച്ചോളണം, അസർ 2 റക്അത്ത് നിസ്കരിച്ചോളണം. അവിടെ ഇനി സ്പേസ് ഉണ്ടാവാൻ പാടില്ല. ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇഖാമത്ത് കൊടുക്കുക. അവിടെ പിന്നെ ബാങ്ക് കൊടുക്കണ്ട. ബാങ്ക് നമ്മൾ ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് ബാങ്കും കൊടുത്തു ഇഖാമത്തും കൊടുത്തു. ഇനി ളുഹറിൻ്റെ സലാം വീട്ടിൽ ഉടനെ എണീറ്റ് നിന്നിട്ട് എന്ത് ചെയ്യുക, ഇഖാമത്ത് മാത്രം കൊടുത്താൽ മതി, ബാങ്ക് കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഇഖാമത്ത് കൊടുത്തിട്ട് 2 റക്അത്ത് അസർ നമ്മൾ എന്ത് നിസ്കരിക്കുന്നു, 2 റക്അത്ത് നിസ്കരിച്ചു. അസർ എന്ത് ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു. ളുഹറും അസറും 2 റക്അത്ത് വീതം നിസ്കരിച്ചാൽ ശരിയാവുമോ, റാഷിദ് ചോദിച്ചു. ളുഹർ 4 റക്അത്തുള്ള നിസ്കാരമല്ലേ, അപ്പോൾ ആ നിസ്കാരത്തെ 2 റക്അത്തായി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുമോ. അമീർ പറഞ്ഞു കൊടുക്കുക, 132 കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയിൽ 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കാം. കണ്ടോ, 132 കിലോമീറ്റർ ദൂരമുള്ള ഹലാലായ യാത്രയായിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടി കൂത്താടി പോകുന്ന യാത്രയല്ല. എന്തിനു വേണ്ടിയിട്ട് സിയാറത്ത് പോവാണ്, അതല്ലെങ്കിൽ നമ്മളെ ഫാമിലിയെ സന്ദർശിക്കാൻ വേണ്ടി പോവാണ്, അങ്ങനെ കുടുംബബന്ധം പുലർത്തുന്നതിന് പോവാണ്, അങ്ങനെയുള്ള നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, 132 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി എന്ത് ചെയ്യാം, ചുരുക്കി നിസ്കരിക്കാം. അപ്പോൾ 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നതിനാണ് കസർ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 132 കിലോമീറ്റർ യാത്രയാകണം, അത് ഹലാലായ യാത്രയും ആകണം. അങ്ങനെയാണെങ്കിൽ ഈ ജംആക്കലും കസറാക്കലും അനുവദനീയമാവുകയുള്ളൂ. ഇനി അസറിൻ്റെ സമയത്തേക്ക് മുന്തിച്ചു ജംആക്കാൻ പറ്റുമോ? അസറിൻ്റെ സമയത്തേക്ക് അസർ ളുഹറിൻ്റെ സമയത്തേക്ക് മുന്തിച്ച് ജംആക്കാൻ പറ്റുമോ? നോമാൻ ചോദിച്ചു. ഇപ്പം അങ്ങനെയുള്ളവർ നിസ്കരിച്ചത് അസർ ളുഹറിൻ്റെ സമയത്താണപ്പോൾ അവർ അങ്ങനെ മുന്തിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് നോമാൻ ചോദിച്ചു. അമീർ, അസറിനെ ളുഹറിൻ്റെ സമയത്തേക്ക് മുന്തിച്ചും ളുഹറിനെ അസറിലേക്ക് പിന്തിച്ചും ജംആക്കാം. എന്നാൽ ളുഹറിൻ്റെ സമയത്ത് അസറും നിസ്കരിക്കാം, അസറിൻ്റെ സമയത്തേക്ക് ളുഹറിനെ അങ്ങോട്ടും നിസ്കരിക്കാം. 2 രൂപത്തിലും നിസ്കരിക്കാം. മുന്തിച്ച് ജംആക്കുകയാണെങ്കിൽ എങ്ങനെ നിയ്യത്ത് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. ളുഹർ നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് നിയ്യത്ത് ചെയ്യണം. അസറിനെ ഞാൻ മുന്തിച്ച് ജംആക്കുന്നു, നിയ്യത്ത് ചെയ്യണം. അതിന് മഗ്രിബ് ഇശാവാണെങ്കിൽ അങ്ങനെ തന്നെ. മഗ്രിബാണെങ്കിൽ നമ്മൾ അപ്പോൾ ആദ്യം നിസ്കരിക്കുന്നുണ്ടാവും. ഇശായിനെ മുന്തിച്ച് ജംആക്കുമ്പോൾ മഗ്രിബാണ് അവിടെ നമ്മൾ ആദ്യം നിസ്കരിക്കുക. അപ്പോൾ ഈ മഗ്രിബിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ഇശായിനെ ഞാൻ മുന്തിച്ചു ജംആക്കുന്നു എന്ന് അവിടെ എന്ത് ചെയ്യണം, നിയ്യത്ത് ചെയ്യണം. ഇനി ബാക്കി അതുപോലെ ഇശാഇനെ മഗ്രിബിൻ്റെ സമയത്തേക്ക് മുന്തിച്ചും മഗ്രിബിനെ ഇശാഇൻ്റെ സമയത്തേക്ക് പിന്തിച്ചും ജംആക്കാം. അതുപോലെ ഇശാഇനെ മഗ്രിബിൻ്റെ സമയത്തേക്ക് മുന്തിച്ച് എന്നാൽ മഗ്രിബിൻ്റെ സമയത്ത് ഇശാ നിസ്കരിക്കുക, മഗ്രിബിനെ ഇശാഇൻ്റെ സമയത്തേക്ക് പിന്തിച്ചും മഗ്രിബിനെ എവിടെ കൊണ്ടുപോവുക, ഇശാഇൻ്റെ സമയത്തേക്ക് കൊണ്ടുപോവുക, അതിനെ പിന്തിച്ച് ജംആക്കുക. അപ്പോൾ ആ രൂപത്തിലൊക്കെ നിസ്കരിക്കാം. പിന്തിച്ച് ജംആക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് ഈ നിസ്കാരത്തെ അടുത്തതിലേക്ക് പിന്തിച്ച് ജംആക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. ഇല്ലെങ്കിൽ അത് ഖളാ ആയി പോകും.
അതായത് ലുഹർ നിസ്കാരത്തെ നമ്മൾ അസറിലേക്ക് കൊണ്ടുപോകണം, പിന്തിച്ച് ജമ്മാക്കണം. ലുഹർ നമ്മൾ പിന്നെ നിസ്കരിക്കുന്നത്. അതല്ലെങ്കിൽ മഗ്രിബിനെ നമ്മൾ പിന്നെ പിന്തിച്ച് ജമ്മാക്കണം. മഗ്രിബിനെ ഇശാഇൻ്റെ സമയത്താണ് നിസ്കരിക്കുന്നത്. എന്നാൽ അവിടെ ഒന്നാമത്തെ നിസ്കാരം എന്ന് പറയുന്നത് ഏതാ? ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത്. ഒന്നാമത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏതാ? ലുഹറാണ്. അതല്ലെങ്കിൽ ഇനി മഗ്രിബാണ്, മഗ്രിബിൻ്റെയും ഇശാവാണെന്നുണ്ടെങ്കിൽ മഗ്രിബാണ് അവിടെ ഒന്നാമത്തെ നിസ്കാരം എന്ന് പറയുന്നത്. ഈ ഒന്നാമത്തെ നിസ്കാരത്തെ സമയത്ത് ഈ നിസ്കാരത്തെ അടുത്തതിലേക്ക് പിന്തിച്ച് ആക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. അതായത് അപ്പോൾ ലുഹറിൻ്റെ സമയത്ത് നമ്മൾ കരുതുന്നത് ലുഹറിനെ ഞാൻ അസറിലേക്ക് പിന്തിച്ച് ആക്കുന്നു. അതല്ലെങ്കിൽ മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിക്കുകയാണെങ്കിൽ മഗ്രിബിൻ്റെ സമയത്ത് മനസ്സിൽ കരുതുക. എന്താ കരുതേണ്ടത്? മഗ്രിബിനെ ഞാൻ ഇശായിലേക്ക് പിന്തിച്ച് ജമാക്കുന്നു എന്ന് ചെയ്യണം, നിയ്യത്ത് ചെയ്യണം. ആ നിയ്യത്ത് അവൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഖളാ ആയി പോകും, നിസ്കാരം ഖളാ ആകും. ഈ നിയ്യത്ത് വെക്കാതെ നമ്മൾ ആ സമയത്ത് അസറിൻ്റെ സമയത്ത് പോയി നിസ്കരിക്കുകയാണെങ്കിൽ, ലുഹർ നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ലുഹർ അദാ ആയി കിട്ടുകയില്ല, ഖളാ ആയിട്ടാണ് സംഭവിക്കുക. അപ്പോൾ ഈ നിയ്യത്ത് ലുഹറിൻ്റെ സമയത്ത് അതല്ലെങ്കിൽ മഗ്രിബിൻ്റെ സമയത്ത് എന്ത് ചെയ്തോളണം? നിയ്യത്ത് നിർബന്ധമായിട്ടും ചെയ്തോളണം. എല്ലാവരും ബസ്സിൽ കയറി ലുഹറിൻ്റെയും അസറിൻ്റെയും റവാത്തിബ് നിസ്കരിക്കാൻ അമീർ നിർദ്ദേശിച്ചു. ബസ് കയറിയതിന് ശേഷമാണ് ലുഹറിൻ്റെ മുമ്പ് 4 റക്അത്തുണ്ട്, ലുഹറിന് ശേഷം 4 റക്അത്തുണ്ട്, അസറിൻ്റെ മുമ്പ് 4 റക്അത്ത്, ഇങ്ങനെയൊക്കെ സുന്നത്ത് റവാത്തിബ് സുന്നത്തുകളുണ്ടല്ലോ. ആ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ അമീർ ബസ്സിൽ കയറിയപ്പോൾ നിർദ്ദേശിച്ചു. ബസ് കയറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? അതാ പറയുന്നു. ബസ്സിലിരിക്കുമ്പോൾ ഖിബിലയ്ക്ക് മുന്നിടാൻ കഴിയില്ലല്ലോ. ലബീബ് സംശയം പ്രകടിപ്പിച്ചു. ബസ്സിൽ കയറി ഇരുന്നാൽ ഇപ്പോൾ ഖിബിലയ്ക്ക് തിരിഞ്ഞിരിക്കാൻ പറ്റുമോ? ബസ് എവിടേക്കാണോ പോകണത് അവിടേക്കല്ല നമ്മൾ തിരിഞ്ഞിരിക്കുക. അപ്പോൾ ആ രൂപത്തിൽ എങ്ങനെ ഖിബിലയിലേക്ക് തിരിയാന്ന് ലബീബ് അവിടെ ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബിലയ്ക്ക് മുന്നിടൽ നിർബന്ധമില്ല. അങ്ങനെ ഹലാലായ യാത്ര, നേരത്തെ നമ്മൾ പറഞ്ഞു സിയാറത്ത്, അതല്ലെങ്കിൽ കുടുംബബന്ധം സന്ദർശിക്കൽ, അങ്ങനെ നല്ല കാര്യത്തിന് വേണ്ടിയുള്ള യാത്ര. ആ യാത്ര പോകുമ്പോൾ ഹലാലായ യാത്രയിൽ സുന്നത്ത് നിസ്കാരത്തിൽ എന്ത് നിർബന്ധമില്ല? ഖിബിലയ്ക്ക് മുന്നിടേണ്ടതില്ല. നമ്മൾ ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ മതി. അപ്പോൾ ഇരുന്നു കൊണ്ട് തന്നെ നിയ്യത്ത് ചെയ്ത് ഫാത്തിഹയും സൂറത്തും ഓതുക. അപ്പോൾ സീറ്റിലിരുന്നു കൊണ്ട് ഖിബില എവിടേക്കോ ആയിക്കോട്ടെ, നമ്മൾ യാത്രയിലാകുമ്പോൾ യാത്രക്കാരൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബിലയ്ക്ക് മുന്നിടേണ്ടതില്ല. അപ്പോൾ ഇരുന്നു കൊണ്ട് നിയ്യത്ത് ചെയ്ത് ഫാത്തിഹയും സൂറത്തും ഓതുക. അപ്പോൾ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു. അല്പം കുനിഞ്ഞ് റുക്കുവ ചെയ്യുക. റുക്കുവ ചെയ്യണമല്ലോ, നിസ്കാരമല്ലേ. അപ്പോൾ റുക്കുവ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? കുറച്ചൊന്ന് കുനിഞ്ഞുകൊണ്ട് റുക്കുവ ചെയ്യാം. പൂർവ്വസ്ഥിതിയിലേക്ക് ഉയർന്ന് എഴുത്തിദാൽ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന രൂപത്തിലായിട്ട്, കുനിഞ്ഞുകാണ്ടല്ല, നമ്മൾ ആ ഇരിക്കുന്ന രൂപത്തിൽ നേരെ സ്റ്റഡിയായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക? ഈ എഴുത്തിദാൽ ചൊല്ലുക, ഈ എഴുത്തിദാലിലെ ദിക്ർ ചൊല്ലുക. എന്നിട്ട് റുക്കുവിലേക്ക് കുനിഞ്ഞതിനേക്കാൾ അല്പം കൂടുതൽ കുനിഞ്ഞ് സുജൂദ് നിർവഹിക്കുക. നമ്മൾ റുക്കു ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് കുനിഞ്ഞല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുക? കുനിഞ്ഞുകൊണ്ട് സുജൂദ് നിർവഹിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബിലയ്ക്ക് മുന്നിടേണ്ടതില്ല. നമ്മൾ ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് സ്റ്റഡി ആയിട്ട് ഇരുന്ന് നിസ്കരിക്കുന്നു, ഫാത്തിഹയും സൂറത്തും ആ ഇരുത്തത്തിൽ നമ്മൾ ഓതുന്നു, റുക്കുവിന് വേണ്ടി അല്പം കുനിയുന്നു, റുക്കുവ് കഴിഞ്ഞ് എഴുത്തിനാലിലേക്ക് നമ്മൾ വീണ്ടും സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സുജൂദിന് വേണ്ടി റുക്കുവിനേക്കാൾ കുറച്ചുകൂടെ കുനിയുന്നു. ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിസ്കാരം നിർവഹിക്കേണ്ടത്. ഇരുന്നു കൊണ്ടാണ് ഇഅ്തിദാലും സുജൂദുകൾക്കിടയിലെ ഇരുത്തവും അത്തഹിയ്യാത്തും നിർവഹിക്കേണ്ടത് ഉസ്താദ് വിവരിച്ചു. നമ്മൾ സീറ്റിലിരിക്കുകയാണല്ലോ, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇരുന്നു കൊണ്ടാണ് ഇഅ്തിദാൽ ചെയ്യേണ്ടത്. 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തുണ്ടല്ലോ, അതും ഇരുന്നു കൊണ്ടാണ് വേണ്ടത്. അതുപോലെ തന്നെ അത്തഹിയ്യാത്ത്, ഈ 3 കാര്യങ്ങളൊക്കെ വേണ്ടത് എങ്ങനെയാണ്? ഇരുന്നു കൊണ്ടാണ് വേണ്ടത്. ഉസ്താദ് പറഞ്ഞു. എല്ലാവരും സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. ഇന്നദ്ദീന യുസ്റുൻ, ഇസ്ലാം മതം എളുപ്പമാണ്. ഇന്നദ്ദീന യുസ്റുൻ, ഇസ്ലാം മതം എളുപ്പമാണ്. തദ്രീബാത്തിൽ ഒന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. 1, ഖസ്റാക്കി നിസ്കരിക്കുക എന്നാൽ എന്ത്? ആൻസർ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി നിസ്കരിക്കുന്നതിന് ഖസ്റാക്കി നിസ്കരിക്കുക എന്ന് പറയുന്നു. 2, ജംആക്കി നിസ്കരിക്കുക എന്നാൽ എന്ത്? 2 നിസ്കാരത്തെ ഒരുമിച്ച് നിസ്കരിക്കുന്നതിന് ജംആക്കി നിസ്കരിക്കുക, ജംഇ എന്ന് പറയുന്നു, ജംആക്കി നിസ്കരിക്കുക എന്ന് പറയുന്നു. 3, ജംഉം ഖസ്റും പറ്റാത്ത നിസ്കാരം ഏത്? ആൻസർ സുബഹ് നിസ്കാരം.
4 മുന്തിച്ച് ജം ആക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മുന്തിച്ച് ജം ആക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ, ഒന്നാമത്തെ നിസ്കാര സമയത്ത് രണ്ടാമത്തെ നിസ്കാരവും കൂടി നിസ്കരിക്കുക. ഉദാഹരണത്തിന് ളുഹറിൻ്റെ സമയത്ത് അസർ കൂടി നിസ്കരിക്കുക. ഉദാഹരണം ചോദിച്ചിട്ടില്ല, അവിടെ എഴുതിയെന്ന് മാത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. 5 പിന്തിച്ച് ജം ആക്കുക എന്നാൽ എന്താണ്? എന്താ പിന്തിച്ച് ജം ആക്കുക എന്നാൽ രണ്ടാമത്തെ നിസ്കാര സമയത്ത് ഒന്നാമത്തെ നിസ്കാരവും കൂടി നിസ്കരിക്കുക. രണ്ടാമത്തെ നിസ്കാര സമയത്ത് ഒന്നാമത്തെ നിസ്കാരം കൂടി നിസ്കരിക്കുക. ഉദാഹരണത്തിന് അസർ നിസ്കാരത്തിൻ്റെ കൂടെ ളുഹർ കൂടി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അസറാണ് രണ്ടാമത്തെ നിസ്കാരം, ളുഹർ കഴിഞ്ഞിട്ടാണല്ലോ അസർ. അപ്പോൾ അസർ രണ്ടാമത്തെ നിസ്കാരമുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ അസർ നിസ്കാരത്തിൻ്റെ കൂടെ ളുഹർ കൂടെ നിസ്കരിക്കുക. അതിനാണ് എന്താ പറയുക, പിന്തിച്ച് ജം ആക്കുക എന്ന് പറയാം. പാഠം വായിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പാഠത്തിൽ കുറച്ച് ദൈർഘ്യം കൂടിയിട്ടുണ്ടാകും. കൃത്യമായിട്ട് പറഞ്ഞ് അങ്ങനെ സമയം പോയതാണ്. ഇൻഷാ അല്ലാഹ്. 6 പിന്തിച്ച് ജം ആക്കുന്നവൻ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് എന്താണ് കരുതേണ്ടത്? അങ്ങനെ പിന്തിച്ച് ജം ആക്കുന്നവൻ ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് എന്താണ് കരുതേണ്ടത്? ആൻസർ, ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് ഈ നിസ്കാരത്തെ രണ്ടാമത്തെ നിസ്കാരത്തിലേക്ക് പിന്തിച്ച് ജം ആക്കുന്നു എന്ന് കരുതുക. പിന്തിച്ച് ജം ആക്കുന്നവനാട്ടോ. ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് ഈ നിസ്കാരത്തെ രണ്ടാമത്തെ നിസ്കാരത്തിലേക്ക് പിന്തിച്ച് ജം ആക്കുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന് മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയത്ത് മഗ്രിബിനെ ഇശാ നിസ്കാരത്തിലേക്ക് പിന്തിച്ചു ജം ആക്കി എന്ന് കരുതുക. കേട്ടോ, മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയം, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മഗ്രിബിനെ ഇശാ നിസ്കാരത്തിലേക്ക് പിന്തിച്ചു ജം ആക്കി എന്ന് കരുതുക. ഇനി 7 ഇരുന്ന് നിസ്കരിക്കുന്നവൻ റുക്കൂഉം സുജൂദും ചെയ്യേണ്ടതെങ്ങനെ? ഇരുന്ന് നിസ്കരിക്കുന്നവന് റുക്കൂഉം സുജൂദും ചെയ്യേണ്ടതെങ്ങനെ? അല്പം കുനിഞ്ഞ് റുക്കൂഅ ചെയ്യുക. റുക്കൂയിൽ കുനിഞ്ഞതിനേക്കാൾ അല്പം കൂടുതൽ കുനിഞ്ഞ് സുജൂദ് നിർവഹിക്കുക. 8 ജംഉം ഖസ്റുമാക്കി നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? പാഠത്തിൽ പറഞ്ഞു, ളുഹർ എന്ന ഫർള് 2 റക്അത്തായി ഖസ്റാക്കി ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലാക്ക് ഇമാമോടുകൂടെ ഞാൻ നിസ്കരിക്കുന്നു. ആ നിസ്കാരങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. ഓരോ നിസ്കാരങ്ങളും ളുഹറാണെങ്കിൽ അസറാണെങ്കിലും ഏതാണെങ്കിലും അവിടെ മാറ്റി കൊടുക്കുക. മഗ്രിബിനെ ഖസ്റാക്കൂല, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇശാഇനെയാണ് ഖസ്റാക്കുക. അപ്പോൾ ആ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നിയ്യത്ത് ചെയ്യേണ്ടത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇമാമോട് കൂടെ എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? അത് ഒഴിവാക്കിയാൽ മതി. ഇനി നംല ഉൽ ഫറാഖ് വിട്ട ഭാഗം പൂരിക്കുക. 1 ഹലാലായ ഡാഷ് ദൂരമുള്ള യാത്ര. എത്ര ദൂരം? 132 കിലോമീറ്റർ ദൂരമുള്ള യാത്രയിൽ ഖസ്റാക്കി നിസ്കരിക്കാം. 2 ഇരുന്ന് നിസ്കരിക്കുന്നവൻ ഡാഷ് കൊണ്ടാണ് എഴുത്തിദാലും സുജൂദുകൾക്കിടയിലെ ഇരുത്തവും അത്തഹിയാത്തും നിർവഹിക്കേണ്ടത്. ഇരുന്ന് നിസ്കരിക്കുന്നവൻ ഇരുന്നു കൊണ്ടാണ് എഴുത്തിദാലും സുജൂദുകൾക്കിടയിലെ ഇരുത്തവും അത്തഹിയാത്തും നിർവഹിക്കേണ്ടത്. 3 ഹലാലായ യാത്രയിലെ ഡാഷ് നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബ്ലക്ക് മുന്നിൽ നിർബന്ധമില്ല. ജംആക്കി നിസ്കരിക്കുന്നവൻ ഒരു ബാങ്കും 2 ഇഖാമത്തും നിർവഹിക്കണം. ഒന്നാമത്തെ നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും കൊടുക്കും. രണ്ടാമത്തെ നിസ്കാരത്തിന് ഇഖാമത്ത് മാത്രം മതി എന്ന് പറഞ്ഞല്ലോ, അതാണ് 2 ഇഖാമത്ത്. 5 ഫർള് നിസ്കാരങ്ങളിൽ ഡാഷിന് ജംഉം ഖസ്റും ബാധകമല്ല. ഇതിന് സുബഹിന് ജംഉം ഖസ്റും ബാധകമല്ല. ഇനി തഖ്സീസ്. 1 സിയാറത്ത് യാത്രയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ചെറിയ രൂപത്തിൽ ചുരുക്കി ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോയ സിയാറത്തിനെ കുറിച്ച് നിങ്ങൾ വിശാലമായിട്ട് എഴുതുക. ഞങ്ങൾ സിയാറത്തിനായി ഭീമാ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ബസ്സിലായിരുന്നു യാത്ര. ഉപ്പയും കൂട്ടുകാരും ഉണ്ടായിരുന്നു കൂടെ. അസർ നിസ്കരിച്ചതിന് ശേഷമാണ് യാത്ര തുടങ്ങിയത്. രാത്രി മഗ്രിബിൻ്റെ സമയമായപ്പോൾ ഉപ്പ പറഞ്ഞു, നമുക്ക് മഗ്രിബ് നിസ്കാരത്തിൻ്റെ കൂടെ ഇശാ നിസ്കാരത്തെ ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കാം. ജമാഅത്തായിട്ടല്ല, ഒന്നിച്ച് ജംആക്കി നിസ്കരിക്കാം. അവിടെ ജമാഅത്തായി എന്നായിട്ടുണ്ട്. ജമാഅത്തായി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ജമാഅത്തായിട്ട് നടക്കാമെന്ന് മനസ്സിലാക്കിയാൽ മതി. അവിടെ ജംആക്കി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, മാറിപ്പോയതാണ്. അപ്പോൾ ഒന്നിച്ച് ജംആക്കി നിസ്കരിക്കാം. നിസ്കാര ശേഷം യാത്ര തുടർന്നു. രാവിലെയായപ്പോൾ ഭീമാ പള്ളിയിൽ എത്തി സിയാറത്ത് ചെയ്തു. ഇവിടെ പറഞ്ഞു, ഉപ്പ പറഞ്ഞു നമുക്ക് മഗ്രിബ് നിസ്കാരത്തിൻ്റെ കൂടെ ഇശാ നിസ്കാരത്തെ ഒന്നിച്ച് ജംആക്കി നിസ്കരിക്കാം. ജമാഅത്തായി എന്നാണ് ഇവിടെ ആയിപ്പോയിട്ടുള്ളത്. ജമാഅത്തായി നിസ്കരിക്കാം, അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. പാഠത്തോട് ബന്ധിപ്പിച്ചുകൊണ്ട് അവിടെ ജംആക്കി നിസ്കരിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. ആ രൂപത്തിൽ അവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നുൻഷിഉൽ ജുമല. ചില വാക്ക് കൊടുത്തിട്ടുണ്ടാവുക ചെയ്ത. ആരംഭിച്ചു, സിയാറത്ത് യാത്ര ആരംഭിച്ചു.
കഴിയില്ലല്ലോ, ഖിബിലക്ക് മുന്നിടാൻ കഴിയില്ലല്ലോ, നിർവഹിക്കുക. എല്ലാ നിസ്കാരങ്ങളും കൃത്യസമയത്ത് നിർവഹിക്കുക. ഇൻഷാ അല്ലാ ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. ഇതോടെ നമ്മുടെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 12 പാഠങ്ങളും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നല്ല പരീക്ഷകളിലൊക്കെ നല്ല വിജയം അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ ദുആ വസിയത്തോടെ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.